ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒന്ന് കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിയുടെ കാഴ്ചകൾ കാണാം. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നപ്പോഴാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് യൂണിവേഴ്സിറ്റിയിലൊന്ന് പോകണം വരുന്നുണ്ടോ എന്ന് ചോദിച്ചത്. അദ്ദേഹം അവിടെ ലോയിൽ PhD ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ രാമൻ സാറിൻ്റെ കൂടെ കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണേ. ഞങ്ങൾ താമസിക്കുന്ന അംബാല ക്യാൻറ്റിൽ നിന്ന് 58 കിലോമീറ്ററാണ് കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ദൂരം. ആക്ച്വലി എക്സാക്റ്റ് കുരുക്ഷേത്രയിലല്ല യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. കുരുക്ഷേത്ര കഴിഞ്ഞിട്ട് തനേസർ എന്ന് പറയുന്ന സ്ഥലത്താണ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് അംബാലയിൽ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 1ാം സ്വാതന്ത്ര്യ സമര വാർഷികത്തിൻ്റെ സ്മാരകമാണ്. അപ്പോൾ ഞങ്ങൾ അംബാലയിൽ വരുമ്പം ആണ് ഇതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്, അതായത് ഒരു 2-2.5 വർഷം മുമ്പേ. ഇപ്പോൾ ഏതാണ്ട് കംപ്ലീഷൻ ഫേസിലായി. കുറച്ച് നാളുകൾക്കുള്ളിൽ അത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കുരുക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് അംബാല ഡൽഹി ഹൈവേയിൽ കൂടെയാണേ. അപ്പോൾ ഞങ്ങൾ അംബാല ഡൽഹി ഹൈവേയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇപ്പോൾ കടുകിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ വഴി മുഴുവൻ കടുക് പാടങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് നല്ല സുന്ദരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് 58 കിലോമീറ്റർ അങ്ങനെ ട്രാവൽ ചെയ്യാം. അത്ര മടുപ്പ് തോന്നില്ല. അല്ലെങ്കിലും ഹരിയാനയിലെ എല്ലാ സമയത്തും ഒരു ഭംഗിയാണ് പ്രകൃതിക്ക് മൊത്തത്തിൽ. 1956 കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് യൂണിവേഴ്സിറ്റിയുടെ തറക്കല്ലിട്ടത്. ആകെ 473 ഏക്കറുകളിലായിട്ടാണ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. 1986 ജനുവരി 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് യൂണിവേഴ്സിറ്റി ഉദ്ഘാടനം ചെയ്തത്. അപ്പം നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ഹരിയാന ഗവർണറാണ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ. ഇപ്പോഴത്തെ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് ഡോക്ടർ സോംനാഥ് സച്ദേവയാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സംസ്കൃത് മാത്രമാണ് ഉണ്ടായത്. അതിനുശേഷം പിന്നീട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ആഡ് ചെയ്ത് ഇന്നത്തെ സ്ഥിതിയിലായി. ഇതിപ്പോൾ ഞങ്ങളത് കുരുക്ഷേത്ര എത്തി. നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ കുരുക്ഷേത്ര എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് മഹാഭാരതയാണ്, അതായത് മഹാഭാരത യുദ്ധം നടന്ന സ്ഥലം. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് നിങ്ങൾക്ക് കണ്ടല്ലോ. പാർത്ഥസാരഥിയായ ഭഗവാൻ കൃഷ്ണൻ്റെ പ്രതിമയാണ് നമ്മളെ കുരുക്ഷേത്രയിലേക്ക് വെൽക്കം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അതേ കുരുക്ഷേത്രയുടെ കവാടം കടന്നകത്തോട്ട് പോവാണ്. ഇപ്പോൾ കുരുക്ഷേത്ര ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ബസ് സ്റ്റോപ്പുകളിലും ഗീതാവചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റി എത്തി. ഇപ്പോൾ ആദ്യം കണ്ടത് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ഗേറ്റാണ്. ഞങ്ങൾക്ക് പോകേണ്ടത് സെക്കൻഡ് ഗേറ്റിൽ കൂടെയാണേ. ദ്രോണാചാര്യ ദ്വാർ എന്നാണ് കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ഗേറ്റ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാറ് ലോയിൽ PhD ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പോകേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോയിലേക്കാണ്. അപ്പോൾ അത് സെക്കൻഡ് ഗേറ്റിൽ കൂടെയാണ് അതിൻ്റെ എൻട്രി. ഇതാണ് കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് ഗേറ്റ്, ശ്രീകൃഷ്ണ ദ്വാർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ മഹാഭാരതത്തിൽ പ്രശസ്തമായ ബ്രഹ്മസരോവറിൻ്റെ പടിഞ്ഞാറേ തീരത്താണ് കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ സെക്കൻഡ് ഗേറ്റിൽ കൂടെ യൂണിവേഴ്സിറ്റിൻ്റെ അകത്ത് എൻട്രി ചെയ്തു. ഇതിനു മുമ്പ് 1 വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു സാറിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 2ാമത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് ഒന്നും കൂടി യൂണിവേഴ്സിറ്റിയിൽ വരാനുള്ള അവസരം കിട്ടി. ഇവിടെ ഒരു എൻട്രി ഗേറ്റ് ഉണ്ട്, എൻട്രി പോയിൻ്റ് ഉണ്ട്. അവിടെ എൻട്രി ചെയ്തിട്ട് വേണം നിങ്ങൾ അകത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോയിലേക്ക് പോവാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോ. ഞങ്ങൾ നേരെ അതിൻ്റെ അകത്ത് കയറി. അപ്പോൾ ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വേറെ സ്റ്റുഡൻസും പ്രൊഫസേഴ്സൊന്നും അധികം ഇല്ലായിരുന്നു. അപ്പോൾ ആക്ച്വലി സാറിൻ്റെ ഗൈഡിനെയാണ് കാണേണ്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തും കൂടി കയറാമെന്ന് വെച്ചു. ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എഴുതിയിരിക്കുന്നത് കാണാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോ എന്നും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോ എന്നും പറഞ്ഞിട്ട് 2 സെക്ഷനായിട്ടാണ് ലോ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും വിശാലമായ പാർക്കിംഗ് സ്പേസൊക്കെ ഉണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ തന്നെ മൊത്തത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറയെ മരങ്ങളൊക്കെ ആയിട്ട് അത്രയും ഗ്രീനാണേ. ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് LLB ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോ പറഞ്ഞാൽ ഇത് ഓക്കെ. അപ്പോൾ ഇവിടെ ഏതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോ പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം, സെക്കൻഡ് തേർഡും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോ, LLM-ഉം PhD മാത്രം. ഓക്കെ.
അപ്പോൾ അവിടെ ലോ ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു അംബേദ്കറിൻ്റെ പ്രതിമയുണ്ട്. സ്വാഭാവികമായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോയിൽ അംബേദ്കറിൻ്റെ പ്രതിമ ഉണ്ടാവാതെ ഇരിക്കാൻ തരമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അത് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഹനിയും ഞാനും കൂടി അംബേദ്കർ പ്രതിമയുടെ അടുത്ത് പോയതാണേ. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയും ഭരണഘടനാ ശില്പിയുമായ ഭാരതരത്ന ഡോക്ടർ BR അംബേദ്കറിൻ്റെ പ്രതിമയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോ ഒക്കെ ഒന്ന് നടന്ന് കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാമ്പസ് മുഴുവൻ നിറയെ മരങ്ങളാണ്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും എണ്ണപ്പനയും കൊന്നയും പൈനും അങ്ങനെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. ക്യാമ്പസ് മുഴുവനായിട്ടും അത്രയും കാര്യമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഭംഗിയിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഹനീൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം പറഞ്ഞല്ലോ സാറിൻ്റെ ഗൈഡിനെ കാണാൻ പോകാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്വാർട്ടറിലാണ്. ഇപ്പോൾ ഇവിടെ ഉള്ള എല്ലാ പ്രൊഫസേഴ്സിനും ഇവിടുത്തെ അധ്യാപകർക്കും ഒക്കെ ഇവിടെ അക്കോമഡേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ അക്കോമഡേഷനാണ്, ഇവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ അക്കോമഡേഷനാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ സാറിൻ്റെ ഗൈഡിൻ്റെ ക്വാർട്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ പോകുന്ന വഴിയിലൊക്കെ നിറയെ മരങ്ങളാണ്. നമുക്ക് നല്ല കാമൻ ക്വയറ്റായ നല്ലൊരു ആംബിയൻസാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ കിട്ടുന്നത്. അത്രയും പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേ വഴിയിലൊരു മയിൽ നോക്കുക, നല്ല ഭംഗിയായിട്ട് കുറേ പീലിയൊക്കെ ഉള്ളൊരു മയിൽ. അതിനങ്ങനെ ആൾക്കാരെ കണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല, ഫെമിലിയറാണ് തോന്നുന്നു. ഇത് യൂണിവേഴ്സിറ്റിയിലത്തെ കോംപ്ലക്സാണ്, ചെറിയ ചെറിയ കടകളും ഒക്കെ ആയിട്ടുള്ള സ്ഥലം കണ്ടോ. അപ്പോൾ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് റാഗിങ് ഫ്രീ ക്യാമ്പസ് ആണെന്നുള്ളത്. ഇത് യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള പോസ്റ്റ് ഓഫീസാണേ. ഇത് ഇവരുടെ അടുത്തെ നോൺ ടീച്ചിങ് ഫാക്കൽറ്റീസിന് വേണ്ടിയിട്ടുള്ള ക്ലബ്ബാണ്. അപ്പോൾ ഈ നോൺ ടീച്ചിങ് ക്ലബ്ബ് മാതിരി തന്നെ ടീച്ചേഴ്സ് ക്ലബ്ബ് വേറെയുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് അവിടെ എന്തോ ഫംഗ്ഷൻ നടക്കുമായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ബോയ്സ് ഹോസ്റ്റലാണ്. പിന്നെ അതേ ഭഗത് സിംഗിൻ്റെ ഒരു പ്രതിമയുണ്ട്. അതും ഇതേപോലെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, വാക്ക് വേസും പാർക്കും ഒക്കെ ആയിട്ട്. ഇപ്പം നമ്മൾ കാണുന്നത് യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെയുള്ള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സെൻ്ററാണ്. കുറച്ച് മുരിങ്ങല കുറച്ചിട്ട് പോയല്ലോ സാറേ, നോക്ക്. ഞങ്ങളങ്ങനെ കുറച്ച് നേരത്തെ അന്വേഷണങ്ങൾക്കൊടുവിൽ സാറിൻ്റെ ഗൈഡിൻ്റെ ക്വാർട്ടർ കണ്ടുപിടിച്ചു. അതിൻ്റെ മുമ്പിലാണ് ഇപ്പം നിൽക്കുന്നത്. ഹനി ഇത് നമ്മുടെ പോലത്തെ ക്വാർട്ടർ തന്നെയാണോ, എന്താ വ്യത്യാസം എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു വലിയ കൂവളത്തിൻ്റെ മരം കണ്ടത് ആ ക്വാർട്ടറിൻ്റെ മുമ്പിൽ. അപ്പോൾ അത് നോക്കുമ്പോൾ അവിടെ ഒരു കായ വീണ് കിടപ്പുണ്ട്. നോക്കുമ്പോൾ അത് കൂവളത്തിൻ്റെ കായാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കൂവളത്തിൻ്റെ കായ കാണുന്നത്. കാരണം ഇത് എന്താണെന്നറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഹനിക്ക് പക്ഷേ അത് കണ്ടിട്ട് പിടിക്കാൻ തന്നെ ഇത്തിരി മടിയായി. അതിൻ്റെ മുകളിലത്തെ അതൊക്കെ കണ്ടപ്പോഴേ എനിക്ക് കയ്യിലെടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോയ ശേഷം എങ്ങോട്ട് പോകണം എന്നുള്ളതാണ് ഇപ്പോൾ ഹനിയും അച്ഛനും കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹനിയുടെ മുഖത്തൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സാറ് വന്നു. അപ്പോൾ സാറിന് ഇത് നേരത്തെ കണ്ട് പരിചയമുണ്ട്. അപ്പോൾ സാറ് പറയുന്നു ഇത് നല്ല ഹെൽത്തി ആയ സാധനമാണ്, ആൾക്കാർ അതിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കും എന്നുള്ളത്. അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടി ഒന്ന് നോക്കണം, അതിൻ്റെ അകത്ത് കാണിച്ചു തരാൻ വേണ്ടി. പൊട്ടിക്കട്ടെ, കണ്ട എന്താ സ്മെല്ലുണ്ടോ? എടാ മണം നോക്കിയടാ മുത്ത, കണ്ട നല്ല മണം. അയ്യോ സാറേ, മണപ്പിച്ച് നോക്ക്, നല്ല മണം. അങ്ങനെ ഞങ്ങൾ സാറിൻ്റെ ഗൈഡിനെയൊക്കെ കണ്ട് ഞങ്ങൾ വന്ന കാര്യമൊക്കെ അക്കംപ്ലിഷായി തിരിച്ച് അമ്പാലയ്ക്ക് പോവാണ്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് ഞങ്ങളത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വന്നത് സെക്കൻഡ് ഗേറ്റിൽ കൂടെയല്ല എൻ്റർ ചെയ്തത്, പിന്നെ ഫസ്റ്റ് ഗേറ്റിൽ കൂടെയാണ് എക്സിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ക്യാൻറ്റീനാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ളത്. റൈറ്റ് സൈഡിൽ കാണുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആണ്. യൂണിവേഴ്സിറ്റി ലൈബ്രറിയാണ് ഈ കാണുന്നത്. ജവഹർലാൽ നെഹ്റു പുസ്തകാലയം, റാം പ്രസാദ് ബിസ്മി ഗോൾഡൻ ജൂബിലി കാണാൻ പറ്റുമോ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, എക്സാമിനേഷൻ ബ്രാഞ്ച്. ഇതെന്താ സാറേ ഈ സ്റ്റേഡിയോ? ചന്ദ്രയാൻ 3ൻ്റെ സക്സസ്ഫുൾ ലോഞ്ചിനും ലാൻഡിങ്ങിനും ശേഷം
ഇന്ത്യയുടെ ISRO ചെയർമാനായ എസ് സോംനാഥിന് കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റി 2021-2022 ഗോയൽ പീസ് പ്രൈസ് അവാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിൻ്റെ വൈസ് ചാൻസലറിൻ്റെ ബംഗ്ലാവാണ് ലെഫ്റ്റ് സൈഡിൽ ആ മതിലിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകാനുള്ള വഴിയാണ് ആ കാണുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിൻ്റെ സെക്കൻഡ് ഗേറ്റ് വഴി എൻട്രി ചെയ്ത് ഇതേ ഫസ്റ്റ് ഗേറ്റ് വഴി എക്സിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ബ്രഹ്മസരോവർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെന്തായാലും തിരിച്ച് അംബാലയ്ക്ക് പോവാണ്. അപ്പോൾ കുരുക്ഷേത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാൻഡ് ഓഫ് ഗീത എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചത് ഇവിടെ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് കുരുക്ഷേത്രയിൽ വളരെയധികം പുരാണത്തിൽ പ്രശസ്തമായ പല സ്ഥലങ്ങളും നമുക്ക് ഇവിടെ കാണാനുണ്ട്. അതായത് ഭഗവാൻ ഗീത ഉപദേശിച്ചു കൊടുത്ത ജ്യോതിസർ എന്ന് പറഞ്ഞ സ്ഥലം, ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടന്ന ഭീഷ്മകുണ്ട്, അതേപോലെ ബ്രഹ്മസരോവർ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക്, പിന്നെ ഒരു ശ്രീകൃഷ്ണ മ്യൂസിയം, പിന്നെ അത് കൂടാണ്ട് കൽപ്പന ചൗള പ്ലാനറ്റോറിയം, ഇതൊക്കെ നമുക്ക് കുരുക്ഷേത്രത്തിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്. ആ കാഴ്ചകൾ നമുക്ക് പിന്നീട് ഒരു ദിവസം കാണാം. ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കിനു ജ്യൂസും കുടിച്ച് തിരിച്ച് അംബാലയിലേക്ക് പോവുകയാണ്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി കിനുവിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ വഴി മുഴുവൻ കിനു ജ്യൂസാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.